ജീവന് തുല്യം പ്രണയിച്ച വ്യക്തിയിൽ നിന്ന് വഞ്ചിക്കപ്പെടേണ്ടി വന്ന, സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് ഒറ്റപ്പെടേണ്ടി വന്ന, നൊന്തുപെറ്റ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വിഷം നൽകി കൊല്ലേണ്ടി വന്ന, ഒടുവിൽ തന്റെ ചെറുപ്രായത്തിൽ ഒരു വിധവയായി മാറേണ്ടി വന്ന ഒരു മീര സാധുവായി മാറിയ ഒരു സ്ത്രീയുടെ കഥ. അതാണ് KR മീരയുടെ മീര സാധു. ഒരു മനുഷ്യ ജീവിതത്തെ അത്രമേൽ വ്രണപ്പെടുത്തുന്നത് തങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അത്രമേൽ വിശ്വസിച്ച മനുഷ്യരിൽ നിന്ന് അവർ വഞ്ചിക്കപ്പെടുമ്പോഴാണ്. അതിന് സാഹിത്യപരമായ ഏറ്റവും മികച്ചൊരു ഉദാഹരണമാണ് മീര സാധു. തന്റെ ജീവിതത്തിൽ താൻ എടുത്തുപോയ ഒരു തെറ്റായ തീരുമാനം കാരണം സ്വന്തം മാതാപിതാക്കളിൽ നിന്നും, കുടുംബത്തിൽ നിന്നും, സഹോദരങ്ങളിൽ നിന്നും, എന്തിനേറെ തന്റെ മനസ്സാക്ഷിയിൽ നിന്ന് പോലും പടിയിറക്കപ്പെട്ട ഒരു സ്ത്രീയുടെ കഥ കൂടിയാണ് മീര സാധു. ഒരു ഭാര്യ എന്ന നിലയിൽ തന്റെ ഭർത്താവിൽ നിന്ന് വഞ്ചിക്കപ്പെടുമ്പോഴും, ഒരു അമ്മ എന്ന നിലയിൽ സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നുകളയുമ്പോഴും തുളസി എന്ന സ്ത്രീ കടന്നു പോകേണ്ടി വന്ന മാനസിക സംഘർഷങ്ങൾ എന്തെല്ലാം ആയിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. വ്യത്യസ്തരായ സ്ത്രീ കഥാപാത്രങ്ങളെയും വ്യത്യസ്തമായ സ്ത്രീ ജീവിതങ്ങളെയും വായനക്കാരന്റെ മുൻപിൽ പ്രയാസം അവതരിപ്പിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് KR മീര. അത്തരത്തിൽ KR മീരയുടെ മറ്റൊരു വ്യത്യസ്തയായ സ്ത്രീ കഥാപാത്രം, മറ്റൊരു വ്യത്യസ്തമായ സ്ത്രീ ജീവിതം, അതാണ് മീര സാധു.